തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം അഥവാ അരുൾമികു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മുരുക ഭഗവാന്റെ 6 വാസസ്ഥലങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു മുരുകക്ഷേത്രമാണ് കേട്ടോ ഇത്. കടൽ തീരത്തുള്ള അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാറി അകലെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ദർശന രീതികൾ, ആദ്യമായി നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ കടലിൽ കുളിച്ച് ശേഷം തൊട്ടടുത്തുള്ള നാഴികിണറിൽ കുളിച്ച് അവിടെ തന്നെ നമുക്ക് വസ്ത്രം മാറാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശേഷം അതിൻ്റെ അടുത്തായിട്ടുള്ള ഗണപതി കോവിലിൽ ഭഗവാൻ ഗണപതിയുടെ ദർശനവും വാങ്ങി തേങ്ങ ഉടച്ചതിന് ശേഷമാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ളത്. മുരുക ഭഗവാന്റെ സന്നിധിയിലേക്ക് നമുക്ക് 2 രീതിയിൽ പോവാം. ഒന്ന് ഫ്രീ ക്യൂവും ഒന്ന് 100 രൂപ പെയ്ഡ് ദർശനവുമാണ്. രണ്ടും ശരിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. 3, 4, 5, 6, 7 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് തന്നെയാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തുന്നത്. ക്ഷേത്രം തുറന്നിരിക്കുന്നത് രാവിലെ 5 മുതൽ രാത്രി 9 മണി വരെ ആണെങ്കിലും ഉച്ചയ്ക്ക് കുറച്ചു നേരം ക്ഷേത്രത്തിലേക്ക് നമുക്ക് ദർശനമില്ല കേട്ടോ. ഒരു 12:30 മുതൽ 1:30 വരെ നമുക്ക് ദർശനമില്ല. നിങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ദർശനത്തിനായിട്ട് നിങ്ങൾ പോകുന്നതെങ്കിൽ വലിയ താമസമൊന്നുമില്ല. അല്ലാതെ ചിലപ്പോൾ അരമണിക്കൂറോ ചിലപ്പോൾ 1 മണിക്കൂറിനകം തന്നെ നമുക്ക് ദർശനം കിട്ടാനായിട്ട് തന്നെ സാധിക്കും. അതുപോലെ തന്നെ ഇട ദിവസങ്ങളിൽ വന്നാലും വലിയ തിരക്ക് ഇവിടെ അനുഭവിക്കാനായിട്ട് പെടത്തില്ല. എന്നാലും നിങ്ങളൊരു 3 മണിക്കൂറെങ്കിലും പ്രതീക്ഷിച്ച് വേണം നമ്മുടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താനായിട്ട്. ക്ഷേത്രവും പരിസരവും ഒക്കെ അതിമനോഹരമാണ്. കടലിന്റെ ഭംഗിയൊന്നും വർണ്ണിക്കാൻ വാക്കുകളേ ഇല്ല. ഇവിടെ അന്നദാനമുണ്ട്. അതുപോലെ തന്നെ ഇനി സ്റ്റേക്ക് ആഗ്രഹമുള്ള ഒരു താമസ സൗകര്യത്തിന് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്ന് കയറുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും ധാരാളം പല രീതിയിൽ പല ബഡ്ജറ്റിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് താമസ സൗകര്യത്തിനൊന്നും ഒരു കുറവും ഇവിടെ ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി ട്രെയിൻ മാർഗം വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാനായിട്ട് കേരളത്തിൽ നിന്ന് പാലക്കാട് തിരുച്ചെന്തൂർ വണ്ടിയുള്ളൂ. അത് കേരളത്തിലുള്ളവർക്ക് എത്രത്തോളം ഉപകാരപ്രദമാവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഏറ്റവും എളുപ്പ വഴി നമ്മൾ ആദ്യം കേരളത്തിൽ നിന്ന് തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തുക. അവിടെ എത്തിയതിനു ശേഷം തിരുനെൽവേലി തിരുച്ചെന്തൂരിലേക്ക് നമുക്ക് പാസഞ്ചർ ട്രെയിൻ ലഭിക്കും. ഇനി നിങ്ങൾക്ക് ട്രെയിനിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ട്രെയിൻ വന്ന് ഇറങ്ങിയതിനു ശേഷം തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ സാധിക്കും. അവിടുന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് തിരുച്ചെന്തൂരിലേക്ക് പോകാൻ ബസ്സും ലഭിക്കുന്നതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരുനെൽവേലി തിരുച്ചെന്തൂരിൽ നിന്നും പാസഞ്ചർ ട്രെയിനുകൾ അവൈലബിൾ ആണ്. ചിലവ് ചുരുക്കിക്കൊണ്ട് പോകുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദം അത് തന്നെ ആയിരിക്കും കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ നമ്മൾ ദർശനത്തിനായി വരേണ്ട ഒരു മഹത്തായ പുണ്യക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹവും ദർശനവും സംരക്ഷണയും എന്നും ഉണ്ടാവട്ടെ. ഹരഹരോ ഹരഹര.